ഇപ്പോൾ നടക്കുന്ന ഈ നിർമ്മാതാക്കളും താരങ്ങളും തമ്മിലുള്ള പ്രശ്നം, പ്രതിഫലത്തിൻ്റെ കാര്യത്തിനും സിനിമയുടെ കോസ്റ്റിൻ്റെ കാര്യത്തിനും ഒരു പ്രേക്ഷകനെന്ന രീതിയിൽ ഒരഭിപ്രായം പറയുകയാണെന്ന് ഇതൊന്നും എന്നെപ്പോലുള്ളൊരു പ്രേക്ഷകനെ ബാധിക്കുന്ന കാര്യമേ അല്ല. നമുക്കെന്ന് പറഞ്ഞാൽ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഇത്തരത്തിലുള്ള വഴക്കും കാര്യങ്ങളും അതും ഒരു എൻ്റർടൈൻമെൻറ്റ്. അല്ലാതെ ഇപ്പോൾ സിനിമയുടെ കോസ്റ്റ് കൂടിയാലോ താരങ്ങൾ എത്ര മേടിക്കുന്നു ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മളൊരു സിനിമ കാണുന്നത്. നമ്മൾ കാണുന്ന സിനിമ നല്ലതാണോ അതിൻ്റെ അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ടാണ് കാണുന്നത്. ഇത് ഫസ്റ്റ് ഷോ ഒക്കെ പോയി കാണുന്ന ആൾക്കാർ കാണുമായിരിക്കും. ഞാനൊന്നും ആ കൂട്ടത്തിൽ പെടുന്നതല്ല. നമ്മളൊക്കെ എപ്പോഴും ടെലഗ്രാമിലൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ കാണുന്നത്. പണ്ട് ഇതൊക്കെ അങ്ങനെയൊക്കെ കണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് പിന്നെ ഈ 90s ഒരു പകുതി 95 ശേഷം ഈ മിമിക്രിക്കാരുടെ ഭയങ്കരമായിട്ടൊരു തള്ളിക്കയറ്റവും മിമിക്രി പടങ്ങളും അങ്ങനത്തെ ഒരുമാതിരി അളിഞ്ഞ കോമഡി സിനിമകളും ഒക്കെ വന്നതിന് ശേഷമാണ് എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ സിനിമയെ നടക്കുന്നത്. പിന്നെ മോഹൻലാലിനൊക്കെ ഇഷ്ടമായിരുന്നു. മോഹൻലാലിൻ്റെ മീശ വിരിച്ച നരസിംഹത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ, പിന്നെ മമ്മൂട്ടിയുടെ കുറേ തല്ലിപ്പൊളി പടങ്ങൾ, ഇങ്ങനെ മോശം സിനിമകളുടെ ഒരു സമയമായിരുന്നു അങ്ങനത്തെ ആ ഒരു കാലഘട്ടമൊക്കെ. ആ കാലഘട്ടത്തിലൊക്കെയാണ് എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയിൽ നിന്നൊക്കെ ആകുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ഒരു സമയത്ത് കാണാതായി. പിന്നീട് ഈ ടെലഗ്രാമിലൊക്കെ വന്ന് ഫ്രീ ആയിട്ടൊക്കെ കാണാനൊക്കെ ഉള്ളൊരു അവസരം വന്നപ്പോൾ സിനിമ വരുമ്പോൾ റിലീസായി എപ്പോഴെങ്കിലും കണ്ടാൽ മതി. അത് നമ്മൾ അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് നല്ല സിനിമയാണെങ്കിൽ അതും കാണത്തുള്ളൂ. നമ്മുടെ ജീവിതമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ ഇവർ ഈ നിർമ്മാതാക്കളായാലും താരങ്ങളായാലും ഇതൊക്കെ വന്നിട്ട് എന്തിനാ ഈ മീഡിയയിൽ വന്നിരുന്നിട്ട് പറഞ്ഞ് അവർക്ക് എന്ത് ഗുണങ്ങൾ കിട്ടാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ സുരേഷ് കുമാർ വന്നിരുന്നിട്ടൊരു പ്രസ്താവന നടത്തി. അത് അദ്ദേഹം എൻ്റെ സംഘടനയെ പ്രതികരിച്ചൊക്കെ വന്നിരുന്ന് പറഞ്ഞത് അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിനെ ആൾക്കാർ ജാതി മതമൊക്കെ കലർത്തി വേറെ രീതിയിലൊക്കെ ആക്കി, നായർ ലോബിയാണ്, മറ്റേതാണ്, അതിനെ ഒതുക്കാൻ നോക്കുന്നതാണ്, മട്ടാഞ്ചേരി മാഫിയ, ഈ രീതിയിലൊക്കെ കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ പടച്ചു വിടും. ഇതൊന്നും അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് സിനിമയിലൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ കാണുമായിരിക്കാം. ഇങ്ങനത്തെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഈ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ, അതൊക്കെ കാണുമായിരിക്കാം. പക്ഷേ ഇതൊക്കെ നാട്ടുകാർ മുമ്പിൽ വന്നിരുന്ന ഇവർക്ക് വിളമ്പിയിട്ട് ഇവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ല. ഇതൊക്കെ മീഡിയയ്ക്ക് ഗുണം ചെയ്യും. അവർക്ക് കുറേ ന്യൂസുകൾ കിട്ടും. ഇങ്ങനെ കുറേ പിന്നെ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. കാരണം നല്ല സിനിമയൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല. വളരെ ചുരുക്കമായിട്ട് നല്ല സിനിമകളൊക്കെ ഉള്ളൂ. അപ്പം ഈ ഇടക്കാലത്ത് നമുക്കൊരാശ്വാസമായിട്ട് ഇത്തരം വിവാദങ്ങൾ, ഇങ്ങനത്തെ ഈ ഹേമ കമ്മിറ്റിയും ഇതുമൊക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റായിട്ടൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കിത് സമയം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇവരൊക്കെ എന്താ ഇവർക്കത് ഈ വന്നിരുന്നിട്ട് ഇപ്പം മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞ് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്ത് കാര്യം? ഇവർക്കത് സംഘടനയ്ക്കുള്ളിൽ തീർക്കല്ല. അപ്പോൾ ആ സംഘടനകൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളല്ലേ. ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്, അവർക്കതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഇത് പ്രശ്നങ്ങളെ കൂടുതൽ മോശമാക്കത്തേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ താരങ്ങളൊക്കെ പറയുന്ന കണക്കുകൾ പുറത്തു വിടരുത്, പ്രതിഫലം പുറത്തു വിടരുത്. ഇവർക്ക് ചിലപ്പോൾ ഈ നിർമ്മാതാക്കൾ അങ്ങനെ ഒരു ഉദ്ദേശം കാണുമായിരിക്കും. ഇവർക്ക് ഒരു ത്രെട്ടായിട്ട്. കാരണം ഇവരൊരു ഇമേജിൽ ഒരു കണ്ണാടിക്കൂട്ടി ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഈ താരങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഇമേജിന് കോട്ടം തട്ടുമോ എന്നുള്ളൊരു ഭയം അവരിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു നിർമ്മാതാക്കൾ വന്നിരുന്നത് ഇങ്ങനെ പരസ്യ പ്രസ്താവന നടക്കുക. അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം കാണും. അല്ലാതെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ഗുണം ഇതുകൊണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തി അവരെ ഒന്ന് വരുതിയിലാക്കാനുള്ള ഒരു ശ്രമം, അതൊക്കെ അവരുടെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. പ്രേക്ഷകരുടെ നിലയിൽ എന്നെപ്പോലുള്ള ആൾക്കാരെ ഇതൊക്കെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതല്ല. നമ്മളിതൊന്നും നോക്കിയിട്ടല്ല ഒരു സിനിമ 100 കോടി മുടക്കിയിട്ടാണോ അതോ 10 കോടി മുടക്കിയിട്ടാണോ ഇറക്കുന്നതെന്ന് കണ്ടിട്ടല്ല നമ്മളൊരു സിനിമ കാണുന്നത്. സിനിമയിൽ അത് സിനിമ കൊള്ളാം, സിനിമയുടെ കഥ തിരക്കഥ ഇത് മനുഷ്യനെ പിടിച്ചിരുത്തുന്നതാണോ, കൊള്ളാമോ, ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവുന്നതാണോ. ഇപ്പോൾ മാർക്കോ പോലെ സിനിമ ഭയങ്കര വലിയ സക്സസ് ആയിരുന്നു. എന്നെപ്പോലുള്ള പ്രേക്ഷകർ എനിക്ക് തോന്നുന്നു ഇമോഷണലി കണക്റ്റ് ആയിട്ടില്ല. പടം ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അങ്ങനെ വലിയ സാമ്പത്തിക വിജയം നേടാതെ പല സിനിമകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ നല്ല സിനിമകളായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കിതിനകത്ത് മുടക്കുപോലൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ കാണുന്നു ഒരുപാട് സമയം കൈ കിട്ടുമ്പോൾ കുറച്ച് സമയം വെറുതെ കളയാൻ വേണ്ടിയിട്ട് കാണുന്നു. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മളിതിനെയൊന്നും കാണുന്നൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചൊരു എൻ്റർടൈൻമെൻറ്റ്, ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അധികം പണം മുടക്കാനും എന്നെപ്പോലുള്ള ആൾക്കാരൊന്നും വിചാരിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ കാശ് മുടക്കി ഫസ്റ്റ് ഡേ ഇതൊക്കെ പോയി കാണുന്ന ആൾക്കാർ ഒക്കെ കാണുമായിരിക്കും. അവരെ വേറെ രീതിയിലായിരിക്കും ബാധിക്കുന്നത് ചിലപ്പം. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. എന്നെപ്പോലുള്ള ആൾക്കാർ ഒരുപാട് കാണുമല്ലോ. അതുകൊണ്ട് പറഞ്ഞ് ഇവരെന്തിനാ ഇങ്ങനെ വന്നിരുന്ന് വെഴുപ്പലക്കുന്നത്? താരങ്ങളെ ഒന്ന് മര്യാദ പഠിപ്പിക്കാനാണെങ്കിൽ ഓക്കെ, ഇതൊക്കെ നല്ല കാര്യം. ഇതുകൊണ്ടൊക്കെ റിസൾട്ട് ഉണ്ടായാൽ
അവർക്ക് കൊള്ളാം, പ്രേക്ഷകൻ്റെ നീല നമ്മളിതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ എന്താ പറയുന്നേ, ആൻ്റണി പെരുമ്പാവൂർ ഈ പണ്ട് ചിലപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം കാണുമായിരിക്കും. പണ്ട് ഈ സുരേഷ് കുമാറിൻ്റെ രേവതി കലാമന്ദിർ അതൊക്കെ എടുത്ത സിനിമയാണല്ലോ, കിലുക്കമൊക്കെ. അതിനകത്തൊക്കെ ആൻ്റണിയൊക്കെ ചെറിയൊരു റോളിലൊക്കെ ഈ മോഹൻലാലിൻ്റെ ഒരു ക്യാബ് ഡ്രൈവറായിട്ട് കണ്ടൊക്കെ വരുന്ന ഒരിതുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അയാളൊക്കെ വളർന്നിപ്പം അയാൾക്ക് മോഹൻലാലിനെ നിയന്ത്രിക്കുന്ന തരത്തിലേക്കൊക്കെ മാറിയതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഇവർക്കൊക്കെ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് കാണുമായിരിക്കും, അറിയത്തില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അവർ തമ്മിലുള്ളത് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ വന്നിരുന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ പറയുന്നത് എന്തിനാണെന്നൊരു കാരണവശാലും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഗുണം കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ